എത്താം. ഡോക്ടർ മോഹൻ വർഗീസ്, കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രം ഇനി എന്ത് നിലപാട് അറിയിക്കുമെന്നതിന് ഇനി കോടതിയുടെ മുന്നിലേക്ക് വിഷയം എത്തുമ്പോഴാണ് അറിയാൻ സാധിക്കുക. അതല്ല എങ്കിൽ ഒരു പക്ഷേ ഈ ആക്ഷൻ കമ്മിറ്റിയുമായി മറ്റേതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം നടത്തേണ്ടതുണ്ട്. താങ്കളുടെ ഒരു പ്രതീക്ഷ എന്താണ് ഈ വിഷയത്തിൽ? ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ നിർദ്ദേശങ്ങൾ, അതായത് ഈ ആക്ഷൻ കമ്മിറ്റിയുടെ 2 പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ കാന്തപുരത്തിൻ്റെ 2 പ്രതിനിധികൾ, ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ 2 പ്രതിനിധികൾ, ഈ നിലയിലുള്ള ഒരു സംഘം ഈ വിഷയത്തിൽ ഇടപെടുകയും ആശയവിനിമയം നടത്തിയാൽ ഒരു പക്ഷേ നിമിഷപ്രിയയുടെ മോചനം സാധ്യമായേക്കാം എന്ന പ്രതീക്ഷയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ശ്രീ അഭിലാഷ്, 6 അംഗ സംഘത്തെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരം. അതെ, 6 അംഗ സംഘത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ കോടതിയിൽ ബോധിപ്പിക്കുകയും അതേക്കുറിച്ച് കൃത്യമായ ഒരു തീരുമാനം എടുത്തിട്ടില്ല. കോടതി അതിൻ്റെ അഭിപ്രായം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോട് ചോദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആ കണക്കിൽ നോക്കുമ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കോർട്ടിലാണ് പന്ത് ഇപ്പോൾ ഈ നിമിഷം. ഇവിടെ നോക്കേണ്ട കാര്യം എന്താണ്? കുറച്ച് ക്ലാരിറ്റിയോടുകൂടി ഇതിനെ ഒന്ന് സമീപിച്ചാൽ 2 സ്റ്റേക്ക് ഹോൾഡേഴ്സേ ഉള്ളൂ, ഡയറക്റ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നിമിഷപ്രിയാസ് ഫാമിലി ആൻഡ് തലാൽസ് ഫാമിലി, ഈ 2 ഫാമിലിയേ ഉള്ളൂ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സുചിന്തിതമായ അഭിപ്രായം അവർ അനൗപചാരികമായി ഇപ്പോൾ പറയുന്നത്, ഈ 2 ഫാമിലികൾ തമ്മിൽ സംസാരിച്ച് തീർക്കേണ്ട വിഷയമാണ്. മാപ്പ് കൊടുക്കേണ്ടത് തലാലിൻ്റെ ഫാമിലിയും. മാപ്പ് കൊടുത്ത് കഴിയുമ്പോഴാണ് ദിയാധനത്തിൻ്റെ, ബ്ലഡ് മണിയുടെ ഒരു പ്രസക്തി ഉണ്ടാകുന്നത്. നിലവിൽ മാപ്പ് കൊടുക്കുന്നതുമായി യാതൊരു സൂചനയും ആധികാരികമായി വന്നിട്ടില്ല. ദിയാധനം എന്ന് പറയുന്നത് ഇപ്പോൾ കളക്ട് ചെയ്തു എന്ന് പറയപ്പെടുന്ന പണം $40,000 ട്രാൻസ്ഫർ ചെയ്തു യമനിലുള്ള ഒരാൾക്ക്, ആക്ഷൻ കൗൺസിലിൽ മുൻപ് ആക്റ്റീവായി പ്രവർത്തിച്ചിരുന്ന, ഇപ്പോൾ അങ്ങനെ അധികം പ്രവർത്തിക്കുന്നില്ല എന്ന് ആരോപണ വിധേയമായിരിക്കുന്ന ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു എന്ന രീതിയിലാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ നോക്കൂ ശ്രീ അഭിലാഷ്, വേദനാജനകമായ ഒരു കാര്യം. ഞാനൊരു ഇംഗ്ലീഷ് പഴഞ്ചൊല്ല് പറഞ്ഞോട്ടെ, ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത്. അതിൻ്റെ കൃത്യമായ മലയാള പരിഭാഷ എന്ന് പറഞ്ഞാൽ ആളേറെ കൂടിയാൽ പാമ്പ് ചാവില്ല എന്നതിൻ്റെ ഒരു പരിഭാഷയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നിമിഷപ്രിയ മോചിപ്പിക്കപ്പെടണമെന്ന് ഒരു ജനത, ഒരു ദേശം, ഒരു രാജ്യം ആഗ്രഹിക്കുന്നു. ഇവിടെ അതിനുവേണ്ടി ആത്മാർത്ഥമായി ഒരുപാട് പേര് മുന്നിട്ട് വരുന്നു. അവർക്കൊക്കെ പലർക്കും നേരിട്ട് റീച്ച് ചെയ്യാൻ ആവാത്ത രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ആണ്, കോംപ്ലക്സ് ആണ്, ദുരൂഹമാണ് ആ രാജ്യത്തിൻ്റെ, യമനിലെ നീതിന്യായ സംവിധാനവും സാമൂഹ്യ ഘടനയും. അത് പല ലേയേഴ്സ് ഓഫ് ഗോത്രങ്ങൾ, ആ ഗോത്ര സംസ്കാരം. അപ്പോൾ ഈ മാപ്പ് കൊടുക്കുക എന്ന് പറയുന്നതൊക്കെ ഒരു വ്യക്തിക്ക്, ഒരു ബ്രദറിന് മാത്രം ചെയ്യാവുന്നൊരു കാര്യമല്ല. ഗോത്ര മൂപ്പന്മാരുടെ അനുവാദം വേണം, അവർക്ക് തുടർന്നും അവിടെ ജീവിക്കണം, അഭിമാനത്തിൻ്റെ വിഷയമുണ്ട്. ഇപ്പം വളരെ ലളിതയുക്തിയോടുകൂടി കുറേ പണം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ മാപ്പ് ലഭിക്കും, അങ്ങനെ വിട്ടുപോരാം എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ഒരു ലളിതവൽക്കരണമാണ്. അപ്പോൾ അത്ര ലളിതമല്ല കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഒരു ക്രെഡിബിൾ ഏജൻസി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ നോക്കൂ, എത്ര ശാന്തമായിട്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ വിഷയം കൈകാര്യം ചെയ്തത്. ഒരൊറ്റ പ്രസ്താവന വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് ഔപചാരികമായി ഒരു പ്രസ്താവനയും വന്നിട്ടില്ല. അത് കാരണം യമനുമായി ഇന്ത്യക്ക് നയതന്ത്ര ബന്ധമില്ല. ഇത് മാത്രമല്ല, യാത്രാ വിലക്കുള്ള ഒരു പ്രദേശമാണ്. പ്രത്യേക ഒരു സാഹചര്യത്തിലാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിലെ കൂടി പ്രേരണ കൊണ്ടാണ് പ്രേമകുമാരി എന്ന നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് അവിടെ പോകാൻ സാധിച്ചതും ഇപ്പോൾ സാമുൽ ജെറോമിൻ്റെ അതിഥിയായി അവരവിടെ താമസിക്കുന്നതും അതുകൊണ്ടാണ്. പക്ഷെ അവിടെ ദ ത്രെഡ് ഈസ് വിത്ത് പ്രേമകുമാരി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അമ്മയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ല, അറബിക്ക് അറിയില്ല, മലയാളമല്ലാതെ മറ്റ് ഭാഷകളൊന്നും തന്നെ വഴങ്ങില്ല. പക്ഷെ അമ്മ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അമ്മയോടൊപ്പം ഒരാളെങ്കിലും ഉണ്ടാകണം. അത് ഫാമിലിയിൽ നിന്നും ഏതെങ്കിലും രീതിയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ഒരാളെങ്കിലും ഉണ്ടാകണം. ആ രീതി മാത്രമേ ഒരുപക്ഷെ അവരംഗീകരിക്കൂ. സാഹചര്യം ഒരുക്കാൻ അപ്പോൾ ഇവിടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ കാര്യം പറഞ്ഞു, അബൂബക്കർ മുസ്ലിയാരുടെ കാര്യം പറഞ്ഞു. തീർച്ചയായും വലിയ ഒരു വഴി ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ഈ ഇവിടുത്തെ മർക്കസ് അവരുമായി സംസാരിക്കുകയും അവിടുത്തെ സൂഫി പണ്ഡിതന്മാരുമായി സംസാരിക്കുകയും അതിൽ തന്നെ കാന്തപുരത്തിന് നേരിട്ട് പരിചയമുള്ള, അദ്ദേഹത്തിൻ്റെ അതിഥിയായി അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചിട്ടുള്ള ഷെയ്ഖ് ഹബീബ്, അദ്ദേഹവുമായി സംസാരിക്കുകയും അദ്ദേഹവും അനൗപചാരികമായി വഴിയൊരുക്കി. ഇതിൻ്റെ പേരാണ് ട്രാക്ക് ടു ഡിപ്ലോമസി. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഔപചാരികമായ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാർ ഇല്ലാത്തപ്പോൾ ദ സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദി പോസിബിൾ ഓപ്ഷൻ. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിനൊരിക്കലും എതിര് നിന്നിട്ടില്ല. ട്രാക്ക് ടു ഡിപ്ലോമസി എന്ന് പറഞ്ഞ 2 രീതിയിൽ വർക്ക് ചെയ്യാം. ഒന്ന്,
ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തന്നെ ദൂതന്മാർ, ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്, ശക്തമായ രാജ്യമാണ്, നേരിട്ടുള്ള നയതന്ത്രവും അനൗപചാരിക നയതന്ത്രവും നമ്മുടെ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അനൗപചാരിക നയതന്ത്രത്തിൻ്റെ ഒരു കാര്യവും പുറത്ത് പറയാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് കഴിയില്ല, റോയ്ക്ക് കഴിയില്ല. പക്ഷേ എല്ലാ രാജ്യത്തും, ലോകത്തെ മിക്ക രാജ്യങ്ങളിലും ഇന്ത്യക്ക് ഏജന്റുമാരുണ്ട്. അത് രഹസ്യ ഏജന്റ് എന്ന് പറയുന്നത് ശരിയല്ല, ഒരു പ്രത്യേക കുൽസിത പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഏജൻസ് അല്ല, കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള ഇന്റർലൊക്യൂട്ടേഴ്സ് ഉണ്ട്, യമനിലുമുണ്ട്. അവരുമായി നിരന്തരം വിദേശകാര്യ മന്ത്രാലയം സംസാരത്തിലാണ് എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ഉള്ള സൂചന. അത് നിലനിൽക്കെ അത് കോംപ്ലിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ മൾട്ടിപ്പിൾ പ്ലെയേഴ്സ് രംഗത്ത് വരുമ്പോൾ അവരെല്ലാം രംഗം സജ്ജീകരിക്കുക. പ്രേമകുമാരിയും അവരോടൊപ്പം 1-2 പേര്, ഫാമിലി റെപ്രസെന്റ് 2-3 പേര്, തലാലിന്റെ ഫാമിലി 2-3 പേര്. ആത്യന്തികമായി ഈ സംഭാഷണത്തിൽ മാത്രമേ കൃത്യമായി ഒരു ആദ്യം വരേണ്ടത് മാപ്പ് എന്ന ഒരു കാര്യം തത്വത്തിൽ അംഗീകരിക്കപ്പെടണം. പിന്നീടാണ് ദയാദനമൊക്കെ വരേണ്ടത്. ആ നാൾ വഴികളാണ് അഭികാരം. അവിടെ താങ്കൾ ഇത് സൂചിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് ഒരു സംശയം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടാകാം, പക്ഷേ ഈ കാന്തപുരത്തിൻ്റെ ഇടപെടൽ, അതായത് ഈ വധശിക്ഷ മാറ്റിവെക്കുന്നു എന്ന വിവരമടക്കം പുറത്തു വന്നത് കാന്തപുരത്തിലൂടെ ആയിരുന്നു എന്നുള്ളതാണ്. എല്ലാവരും ഒരു സദുദ്ദേശത്തോടെയാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്നത് നമുക്കറിയാം. സാമൂൽ ജെറോമിനെ സംബന്ധിച്ചും കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ന്യൂസ് 18 തന്നെ വ്യക്തമാക്കിയതാണ്. സാമൂൽ ജെറോമിനെ ആക്ഷൻ കമ്മിറ്റി ചുമതലപ്പെടുത്തിയെങ്കിലും വേണ്ടത്ര ഉത്തരവാദിത്വം പുലർത്തുന്നില്ല എന്നുള്ളത് മാത്രമല്ല, സാമൂൽ ജെറോം ഈ വധശിക്ഷ മാറ്റിവെച്ചതിന് ശേഷമുണ്ടാകുന്ന പ്രതികരണങ്ങളിലും അങ്ങനെയൊന്നില്ല എന്ന മട്ടിലുള്ള പ്രതികരണങ്ങളൊക്കെ ആയിരുന്നു തുടക്കത്തിൽ വന്നത് എന്നതാണ്. അപ്പോൾ അവിടെ ഈ മതപരമായൊരു നയതന്ത്രം, അത് ഈ സൂഫി പണ്ഡിതനുമായി കാന്തപുരം നടത്തിയതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാകാമല്ലോ. അപ്പോൾ നയതന്ത്ര കാര്യാലയങ്ങളില്ലാത്തൊരു രാജ്യത്ത് ഗോത്രവിഭാഗങ്ങളും അതിൻ്റെ തലവന്മാരും ഒക്കെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പ്രദേശത്ത് ഇത്തരം സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ മോഹൻ വർഗീസ്? ശ്രീ അഭിലാഷ്, എല്ലാ മുങ്ങിത്താഴുന്നവനെ കച്ചുത്തുരുമ്പ് കണ്ടാലും പിടിക്കും. ആ കച്ചുത്തുരുമ്പിനും അതിൻ്റെതായ ബലമുണ്ട്. അണ്ണാറക്കണ്ണനും തന്നാലായത്. അപ്പോൾ തീരെ ഒരു അണ്ണാറക്കണ്ണനല്ല കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെതായ സ്വാധീനമുണ്ട്. ഗവൺമെൻറ് സംവിധാനങ്ങൾക്ക് ചിലപ്പോൾ നേരിട്ട് കടന്നു ചെല്ലാനാവാത്ത ഇടങ്ങളിലേക്ക്, മനസ്സുകളിലേക്ക് പ്രവേശിക്കാൻ മതഘടനകൾക്കും മതപണ്ഡിതന്മാർക്കും അവരൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾക്കും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വഴി ഒരുക്കുന്നതിന് വേണ്ടി ഇവരെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ എൻ്റെ ആക്ഷേപം, അല്ലെങ്കിൽ എൻ്റെ ഒരു ആശങ്ക, ആക്ഷേപം എന്നതിനേക്കാൾ ആശങ്ക, ഒരുമിച്ച് നിന്ന ശ്രീ സാമുൽ ജെറോമും ഈ പറയുന്ന നമ്മളുടെ പാനലിലുള്ള സുഭാഷ് ചന്ദ്രനും എല്ലാവരും തന്നെ ഇപ്പോൾ പല തട്ടിലായി നിൽക്കുന്നു എന്ന പ്രതീതിയാണ് മാറി നിന്ന് നോക്കുമ്പോൾ മറ്റ് നിരീക്ഷകർക്ക് ഉണ്ടാവുന്നത്. അപ്പം ഇത് ആക്ഷൻ കൗൺസിൽ എന്ന് പറയുന്നത് ഏക മനസ്സോടുകൂടി പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാതെ ഏകോദര സഹോദരങ്ങളെ പോലെ പ്രവർത്തിച്ചുകൊണ്ട് സിംഗിൾനെസ് ഓഫ് പർപ്പസ്, നിമിഷപ്രിയയുടെ മോചനം, അതാണ് പ്രധാനപ്പെട്ട വിഷയം. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വിഷയങ്ങളുണ്ട് അഭിലാഷ്, അത് പെട്ടെന്ന് പറയാം. അതായത് നിമിഷപ്രിയ മോചിപ്പിക്കപ്പെടേണ്ടതുണ്ടോ? അവിടുത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് എല്ലാ ശിക്ഷകളും അനുഭവിക്കേണ്ടതല്ലേ? അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതുമായി ബന്ധപ്പെട്ട വളരെ അനാരോഗ്യപരമായ ഡിബേറ്റുകൾ സമൂഹത്തിൽ നടക്കുന്നു. അവിടെയും ഒരാശങ്കയുണ്ട്. ഈ ഡിബേറ്റുകളെല്ലാം തന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ്, സോഷ്യൽ മീഡിയയിലും മുഖ്യധാര. അപ്പം ഇതെല്ലാം തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സംഭവം മാറ്റിക്കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ ആവശ്യമായി, ജനതയുടെ ആവശ്യമായി, ഫാമിലിയുടെ ആവശ്യമായി ഇത് വരികയും ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെളിവാരി എറിയലുകൾ പരമാവധി അവസാനിപ്പിക്കുകയും ചെയ്താൽ നന്ന്. എന്തായാലും ശ്രീ സുഭാഷ് ചന്ദ്രൻ, എനിക്ക്